മഹാനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കന്യാകുമാരിയിൽ നിന്ന് മംഗലാപുരത്തേക്കൊരു യാത്ര നയിക്കുമ്പോൾ ആ യാത്രയെ മനസ്സുകൊണ്ട് അനുധാവനം ചെയ്യുന്നത്, അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നത് കേരളീയ പൊതുസമൂഹം ഒരുമിച്ച് നിന്നാണ്. അതിനൊരു കാരണമുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ, പ്രവൃത്തി, അദ്ദേഹം അധികമൊന്നും സംസാരിക്കുന്ന ആളല്ല, അധികം ഉറക്കെ സംസാരിക്കുന്ന ആളല്ല. പക്ഷേ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും മാറ്റി പറയാത്ത ആളാണ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. പറഞ്ഞ കാര്യങ്ങളിൽ അണുകിടമാറില്ല. പറഞ്ഞത് ഏതെങ്കിലും പ്രകോപനം കൊണ്ടോ പ്രലോഭനം കൊണ്ടോ അദ്ദേഹം മാറില്ല. അദ്ദേഹം ആരെയെങ്കിലും പേടിക്കുന്നെങ്കിൽ അത് അള്ളാഹുവിനെ മാത്രമാണ്. അദ്ദേഹത്തിന്റെ സ്ഥൈര്യം, സൂഫി സഹജമായ സ്ഥൈര്യം, സൂഫി സഹജമായ നൈർമല്യം, അത് കേരളം കാണാണ്. തീർച്ചയായും ഈ യാത്ര കേരളം മംഗലാപുരത്ത് സമാപിക്കുമ്പോൾ നേരത്തെയുള്ള പ്രാസംഗികർ സൂചിപ്പിച്ചതുപോലെ ചില മാറ്റങ്ങൾ, കേരളം കാതോർത്തിരുന്ന ചില പ്രഖ്യാപനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് അനുവദിക്കപ്പെട്ട സമയം വളരെ പരിമിതമായതുകൊണ്ട് അധികമൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഈ വേദിയിൽ പറയാതിരിക്കാനാവില്ല. ഈ യാത്ര ഇവിടെ എത്തുന്ന സമയം, ഈ സന്ദർഭം വളരെ പ്രധാനമാണ്, പ്രസക്തമാണ്. ഈ യാത്ര തൃശ്ശൂരിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരാൾക്കൂട്ടാക്രമണം ഉണ്ടാകുന്നത്. അഖ്ലാഖിനെ കുറിച്ച് നമുക്കറിയാം. വീട്ടിൽ പശുമാംസം സൂക്ഷിച്ചു എന്ന് പറഞ്ഞ് അഖ്ലാഖിനെ ആൾക്കൂട്ടം കൊല്ലുകയായിരുന്നു. ബഹലൂഖാൻ പശുവിനെ കടത്തിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാണ് ആൾക്കൂട്ടം കൊന്നത്. ജുനൈദിനെ നീ പശുമാംസം കഴിക്കുന്നവനല്ലേ എന്ന് പറഞ്ഞാണ് ട്രെയിനിൽ വെച്ച് ആൾക്കൂട്ടം ആക്രമിച്ചത്. ജുനൈദിന്റെ വീട്ടിൽ പോയ ഒരാളാണ് ഞാൻ. അപ്പോഴൊക്കെ നമ്മൾ മലയാളികളുടെ ഒരു വ്യാജ അഭിമാന ബോധം, വ്യാജ അവകാശബോധം, ഇതൊക്കെ വാളയാർ ചുരത്തിന് അപ്പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്, നമ്മുടെ നാട്ടിൽ സംഭവിക്കില്ല എന്ന്. ഇന്നലെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, മുഴുവൻ മലയാളികളും ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട സമയമാണിത്. കേരളത്തിലെ ആ ആൾക്കൂട്ടം ചോദിച്ചത് നീ ബംഗ്ലാദേശിയല്ലേ, മുസ്ലിം അല്ലേ എന്ന് ചോദിച്ച് ആക്രമിക്കുമ്പോൾ ആ ആൾക്കൂട്ടത്തിന് ഇവിടുത്തെ സംവിധാനങ്ങൾക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട്. ആൾക്കൂട്ടം വെറുതെ ഉണ്ടായതല്ല, നമുക്കറിയാം. ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് ഞാൻ ഈ വേദിയെ കളങ്കപ്പെടുത്തുന്നില്ല. 60 വിദ്വേഷ പ്രസ്താവനകൾ നടത്തിയ ഒരു വ്യക്തിക്കെതിരെ കേസെടുക്കാൻ നമ്മുടെ സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ആരുടെ പരാജയമാണ്? ലാൻഡ് ജിഹാദ് മുതൽ ലവ് ജിഹാദ് വരെ പറഞ്ഞ് മുസ്ലിം സമുദായത്തെ, വ്യക്തികളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നെങ്കിൽ ഈ ആൾക്കൂട്ടം ഉണ്ടാക്കിയ ആളുകൾ ആത്മപരിശോധന നടത്തണം. നമ്മുടെ പോലീസ് സംവിധാനം, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആത്മപരിശോധന നടത്തണം. നമുക്ക് അഭിമാനപൂർവ്വം പറയാം, ഒരു സമുദായ നേതാവ് എന്നുള്ള നിലയിൽ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വായിൽ നിന്ന് ഇതര സമുദായങ്ങളെ, ഇതര വ്യക്തികളെ അധിക്ഷേപിക്കുന്ന ഒരു പദം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടായിട്ടില്ല. അതാണ് സമസ്തയുടെ മഹിതമായ പാരമ്പര്യം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയം വളരെ പരിമിതമാണ്. അള്ളാഹുവിൻ്റെ ഖജനാവിൽ മാത്രമാണ് അനന്തമായ സമയമുള്ളത് എന്ന് മലയാളത്തിൻ്റെ മഹാനായ എഴുത്തുകാരൻ ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പരിമിതമായ സമയത്തിനകത്ത് തങ്ങളുടെ ഈ യാത്രയെ അഭിവാദ്യം ചെയ്യാനുള്ള അവസരം തന്ന സംഘാടകരോടുള്ള അഗൈതവമായ നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ യാത്രയെ മനസ്സുകൊണ്ട് അനുധാവനം ചെയ്യുന്നു, അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുന്നു. ഇത് വിശ്വാസികളുടെ സംഘമാണ്, വിശ്വാസ്യതയുള്ള ഒരു നേതാവാണ് ഇത് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വിജയത്തിലെത്തുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കുന്നു.